നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളോട് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും ക്ലാസ്സുകൾ കൊടുക്കുന്നു. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് ഓൺലൈനായിട്ടും CS പ്രൊഫഷണലിന് ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നു. CS എക്സിക്യൂട്ടീവിന് അർത്ഥ ഗുരുകുലം, അർത്ഥ എഡ്ജ് ഗുരുകുലം ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓഫ്ലൈൻ ക്ലാസ്സുകളാണ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു വളരെ വലിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നുമല്ല, ഒരു കോളേജൊന്നുമല്ല. ഇത് കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന, കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന, ഈവൻ റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ നമ്പർ ഓഫ് സീറ്റ്സ് ലിമിറ്റഡ് ആണ്. 25 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. കമ്പനി സെക്രട്ടറി കോഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ അഡ്മിഷൻ ഉള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളൊന്നും ഇവിടുത്തെ അഡ്മിഷൻ പ്രൊമോട്ട് ചെയ്യാനല്ല. ഇവിടെ ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമ്പസിൽ വരണം, എന്നെ കാണണം, സംസാരിക്കണം. അതിനുശേഷം സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുക, നമ്മളിതൊരു ഒരു ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ്, നമ്മളിത് കാണണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. നോക്കൂ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. നിങ്ങൾ ഇത് മൈ ഇൻറ്റൻഷൻ ഈസ് നോട്ട് ടു മേക്ക് യു കം ഹിയർ ആൻഡ് ജോയിൻ. അതൊരു ഇൻറ്റൻഷനേ അല്ല. നമ്മളിവിടെ ആൾറെഡി നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളാണ്. നമ്മളിപ്പോൾ ജനുവരി തുടങ്ങുന്ന ബാച്ചുകൾക്ക് സീറ്റില്ല, സീറ്റ് ഫുള്ളാണ്. അടുത്ത ജൂണിലേക്കുള്ള സീറ്റ് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ജൂണിലാണ് ഞാൻ അടുത്ത ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ, ഈ വീഡിയോയുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. എന്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന ടെസ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാകാം. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നവംബർ 9 പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിൽ പാസ്സായ കുട്ടികൾ അവരിനി എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? അവർക്ക് എപ്പോഴാണ് അടുത്ത എക്സിക്യൂട്ടീവ് പരീക്ഷ എഴുതാൻ പറ്റുക? CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയ കുട്ടികൾക്ക് അടുത്ത ജൂണിലേക്കുള്ള പരീക്ഷയാണ് അവർക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ അടുത്ത ജൂണിലാണ്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നവംബറിൽ പാസ്സായ കുട്ടികൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് CS എക്സിക്യൂട്ടീവ് എഴുതാൻ പറ്റുന്നത് ജൂൺ 2025 എന്നാൽ ഈ ജൂൺ 2025 എത്ര മോഡ്യൂളുകൾ എഴുതാൻ പറ്റും? നിങ്ങൾക്കറിയാം, CS എക്സിക്യൂട്ടീവിന് 2 ഗ്രൂപ്പുകളായിട്ട് 7 പേപ്പറാണുള്ളത്. ഈ 7 പേപ്പറും വേണമെങ്കിൽ ഈ മാസം 30 അതായത് നവംബർ 30 രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ജൂണിലെ പരീക്ഷയിൽ 2 മോഡ്യൂളും, അത് 7 പേപ്പറും പരീക്ഷ എഴുതാൻ സാധിക്കും. അതായത് ഈ മാസം നവംബർ 30 രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷയിൽ CS എക്സിക്യൂട്ടീവ് എക്സാമിനേഷനിൽ 2 മോഡ്യൂളുകൾ 7 പേപ്പറുകളും എഴുതാൻ സാധിക്കും. എന്നാൽ ഒരു മോഡ്യൂളാണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ജൂണിൽ ഒരു മോഡ്യൂളാണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജനുവരി 30 മുമ്പ് രജിസ്റ്റർ ചെയ്താൽ മതി. ജനുവരി 30 മുമ്പ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ജൂണിൽ ഒരു മോഡ്യൂൾ എഴുതാൻ പറ്റും. ഞാനിത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സാധാരണ കേസിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഓരോ വർഷത്തിൽ 1-2 പ്രാവശ്യം ഇത് പ്രിന്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി പ്രിന്റ് ചെയ്യുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അങ്ങനെ ആവുമ്പോൾ ഈ നവംബറിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ജൂണിൽ 2 മോഡ്യൂളും പരീക്ഷ എഴുതാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സമ്മതിക്കുമെങ്കിലും ഒരു കുട്ടിക്ക് ജൂണിൽ 2 മോഡ്യൂൾ എഴുതാൻ പറ്റുമോ? 7 പേപ്പർ. നമുക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ജൂണിൽ ഒരു മോഡ്യൂളേ എഴുതാൻ സാധിക്കുള്ളൂ. ഡിസംബർ 2025 2 മോഡ്യൂൾ എഴുതാൻ പറ്റുക. ജൂൺ 2025 ഒരു മോഡ്യൂൾ എഴുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സ് അല്ല എന്ന് CSET പാസ്സായ കുട്ടികൾക്ക് അറിയാം. അപ്പോൾ ഇങ്ങനൊരു കോഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്കൊരു മോഡ്യൂൾ പഠിക്കാൻ നമുക്ക് മിനിമം ഒരു 4 to 5 months വേണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ 2 മോഡ്യൂളും എഴുതാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സമ്മതിക്കുമെങ്കിലും ഒരു മോഡ്യൂളാണ് നമുക്ക് എഴുതാൻ സാധിക്കുക. ഒരു വൈസ് ഡിസിഷൻ ഇത് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു വൈസ് ഡിസിഷൻ, ഒരു യഥാർത്ഥമായിട്ടും ഒരു കുട്ടി എടുക്കേണ്ട തീരുമാനം.
അപ്പോൾ ഐ സജസ്റ്റ് നിങ്ങൾ ഈ പ്രാവശ്യം ജൂൺ 2025 ഒരു മോഡ്യൂൾ എഴുതുക, അതിനുശേഷം ഡിസംബർ 2025 ഒരു മോഡ്യൂൾ എഴുതുക. അങ്ങനെയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയി വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഈ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവ് ഡിസംബറോടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ജൂൺ 2025 അടുത്ത മോഡ്യൂൾ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടഫായിട്ടുള്ള ഒരു എക്സസൈസ് ആകാം. സോ ഇതെൻ്റെ ഒരു സജഷനാണ്. അപ്പോൾ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് നവംബറിൽ പാസ്സായ കുട്ടികൾക്ക് നവംബർ 30 മുമ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജൂൺ 2025 2 മോഡ്യൂളും എഴുതാം. എന്നാൽ ഒരു മോഡ്യൂൾ മാത്രമാണ് എഴുതുന്നതെങ്കിൽ ജനുവരി 2025 നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ ഒരു മോഡ്യൂൾ എഴുതാം. നിങ്ങളുടെ ഇഷ്ടമാണ് അത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് 16,500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സോ ഒരു വൈസ് ഡിസിഷൻ എടുക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഐ വിൽ റിപ്ലൈ ടു യു. ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്. അടുത്തൊരു വീഡിയോ വരേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.